ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സൈക്കോ അനലിറ്റിക്കൽ തിയറിയാണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിയറി ഇൻ സൈക്കോളജി. സൈക്കോളജിയിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള ആളാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. ആൻഡ് ഓൾസോ ഹീ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് സൈക്കോളജി. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തിയറി പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം അറിയേണ്ടത് അദ്ദേഹത്തിൻ്റെ 3 ലെവൽസ് ഓഫ് അവെയർനെസ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. നമ്മളുടെ മൈൻഡിനെ കോൺഷ്യസ്, പ്രീ കോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ്, ഇങ്ങനെ 3 പാർട്സ് ഉണ്ടെന്നാണ് ഫ്രോയിഡ് പറയുന്നത്. സോ സിഗ്മണ്ട് ഫ്രോയിഡ് ക്ലാസിഫൈഡ് ഹ്യൂമൻ മൈൻഡ് ആസ് കോൺഷ്യസ്, പ്രീ കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ്. ദീസ് ആർ ദ 3 ലെവൽസ് ഓഫ് അവെയർനെസ്. ഇതിൽ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് കോൺഷ്യസ് ലെവലാണ്. ദ കോൺഷ്യസ് ഇൻക്ലൂഡ്സ് ഓൾ മെമ്മറീസ് ദാറ്റ് റിമെയിൻ വിത്തിൻ ആൻ ഇൻഡിവിജ്വൽസ് അവെയർനെസ്. അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ബോധതലത്തിലുള്ള എല്ലാ മെമ്മറീസിനെയാണ് നമ്മൾ കോൺഷ്യസ് എന്ന് വിളിക്കുന്നത്. അതായത് ഏതൊരു സമയത്തും നമുക്ക് ഓർമ്മയുള്ളതോ അല്ലെങ്കിൽ ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നതോ ആയിട്ടുള്ള ഇവൻറ്റ്സ് അല്ലെങ്കിൽ എക്സ്പീരിയൻസുകളെയാണ് നമ്മൾ കോൺഷ്യസ് ലെവൽ എന്ന് വിളിക്കുന്നത്. ഈ ഒരു കോൺഷ്യസ് ലെവലിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എപ്പോഴും അവെയർ ആയിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത്ഡേ, നിങ്ങളുടെ പേര്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും നിങ്ങളുടെ കോൺഷ്യസ് ലെവലിലാണുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരാൾ നിങ്ങളുടെ നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് അപ്പം തന്നെ അത് ഓർമ്മിച്ച് പറയാൻ വേണ്ടി പറ്റും. അതുപോലെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ബർത്ത്ഡേ, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ കോൺഷ്യസ് ലെവലിലാണ് ഇരിക്കുന്നത്. നമ്മളുടെ മെമ്മറിയിൽ നിന്ന് ഈസിലി റിട്രൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളതാണ് കോൺഷ്യസ് ലെവലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിന് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കോൺഷ്യസ് ലെവലിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ കോൺഷ്യസ് ലെവൽ എന്ന് പറയുന്നത് കറൻ്റ്ലി നമ്മളുടെ മൈൻഡിലുള്ള കണ്ടൻസും അതുപോലെ തന്നെ നമുക്ക് ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് പ്രീ കോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് ലെവലാണ്. അതായത് നമ്മളുടെ ഉപബോധ മനസ്സ്. പ്രീ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കറൻ്റ്ലി അവെയർ ആയിട്ടുള്ളതല്ല, പക്ഷേ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഈസിലി ആക്സസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇൻഫോർമേഷൻസ് ആണ്. നമ്മളുടെ തോട്ട്സ്, മെമ്മറീസ്, നോളജ്, വിഷസ്, ഫീലിങ്സ് നമ്മൾ കറൻ്റ്ലി അവെയർ ആയിട്ടുള്ളതല്ലാത്ത നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഓർത്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള തോട്ട്സും, മെമ്മറീസ്, നോളജ്, വിഷസ്, ഫീലിങ്സ്, ഇതൊക്കെയാണ് പ്രീ കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ വരുന്നത്. ഇതെന്ന് പറയുമ്പോൾ മനസ്സ് നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, പക്ഷേ നമ്മൾ മറന്നു പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പ്രസൻറ്റ് അവെയർനെസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നിങ്ങളെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിപ്പിച്ച ടീച്ചർ ആരാന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾക്കൊന്ന് ഓർത്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അവെയർനെസ്സിലോട്ട് അത് വരും. നിങ്ങൾക്ക് ഓർമ്മ വരില്ലേ, ആരാണ് നിങ്ങളെ പണ്ട് പഠിപ്പിച്ചത്, നിങ്ങളുടെ 1ാം ക്ലാസ്സിൽ ആരാണ് പഠിപ്പിച്ച ടീച്ചർ എന്നുള്ളത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ പണ്ട് യൂസ് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ പണ്ട് നിങ്ങൾ എവിടെയാണ് താമസിച്ചത്, നിങ്ങളുടെ ചെറുപ്പത്തിൽ നിങ്ങളുണ്ടായിരുന്ന അഡ്രസ്സ്, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നില്ല, നിങ്ങൾ മറന്നു പോയാൽ നിങ്ങൾക്ക് ഒരു എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഷ്യസ് മെമ്മറിയിലോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇനി 3ാമത്തെ ലെവലാണ് അൺകോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ അബോധ മനസ്സ്. നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിലേ ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ അൺകോൺഷ്യസ് മൈൻഡിലുള്ളത്. അൺകോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും ആക്സസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതായത് നമ്മളുടെ ബോധ മനസ്സിലേക്ക് ഒരിക്കലും റിട്രൈവ് ചെയ്തെടുക്കാൻ പറ്റാത്ത മെമ്മറീസാണ് അൺകോൺഷ്യസ് മൈൻഡിലുള്ളത്. ഇതെന്ന് പറയുമ്പം അൺപ്ലസൻ്റ് ആയിട്ടുള്ള, നമുക്ക് പെയിൻ ഉണ്ടാക്കുന്ന, ആൻസൈറ്റി ഉണ്ടാക്കുന്ന തരത്തിലുള്ള നമുക്ക് മുൻപുണ്ടായിട്ടുള്ള മെമ്മറീസ് ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് ഉണ്ടായിട്ടുള്ള ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള ട്രോമകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ കറൻ്റ്ലി നമ്മൾ ഒരിക്കലും അവെയർ അല്ല. അത് നമ്മളുടെ അൺകോൺഷ്യസ് മൈൻഡിൽ എവിടെയോ കിടക്കുന്ന ഒരു കാര്യം മാത്രമാണ്. ഫ്രോയിഡ് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഏറ്റവും കൂടുതൽ കാര്യങ്ങളും കിടക്കുന്നത് അൺകോൺഷ്യസ് മൈൻഡിലാണ്. ഈ അൺകോൺഷ്യസ് മൈൻഡാണ് നമ്മളുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നാണ്. ഇങ്ങനെ നമ്മൾ പോലും അൺഅവെയർ ആയിട്ടുള്ള നമ്മളുടെ അൺകോൺഷ്യസ് മൈൻഡിൽ ഇരിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ ഇപ്പോഴത്തെ നമ്മളുടെ ബിഹേവിയേഴ്സിനെയും എക്സ്പീരിയൻസിനെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. സോ ദീസ് ആർ ദി 3 ലെവൽസ് ഓഫ് അവെയർനെസ്, ദാറ്റ് ഈസ് കോൺഷ്യസ്, പ്രീകോൺഷ്യസ് ഓർ സബ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ കോമ്പണൻസ് ഓഫ് പേഴ്സണാലിറ്റിയാണ്. സിഗ്മണ്ട് ഫ്രോയിഡ് ഒരു ഇൻഡിവിജ്വലിൻ്റെ പേഴ്സണാലിറ്റീനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇഡ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ.
ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞിട്ട് 3 കോമ്പണൻസ് ഒരാളുടെ പേഴ്സണാലിറ്റിയിൽ ഉണ്ടാവുമെന്നാണ് ഫ്രോയിഡ് പറയുന്നത്. ഇനി നമുക്ക് ഇത് 3ഉം എന്താണെന്നുള്ളത് നോക്കാം. ഇതിൽ ഫസ്റ്റ് കോമ്പണൻ്റ് ആണ് ഇഡ് എന്ന് പറയുന്നത്. ഇഡ് ആക്ട് അണ്ടർ ദ പ്ലഷർ പ്രിൻസിപ്പിൾ. അതായത് നമ്മളുടെ പേഴ്സണാലിറ്റിയിൽ പ്ലഷർ സീക്കിംഗ് പ്രിൻസിപ്പിൾ അനുസരിച്ച് വർക്ക് ചെയ്യുന്ന കോമ്പണൻ്റ് എന്ന് പറയുന്നത് ഇഡാണ്. അതിനകത്ത് വരുന്നതാണ് ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. അതായത് നമുക്ക് പെട്ടെന്ന് ഇന്ന കാര്യം ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടാവില്ലേ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം അപ്പം തന്നെ നടക്കണം, ഇപ്പം തന്നെ നമുക്കത് ചെയ്യണം. ഇപ്പോൾ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലാസ്സിലിരുന്നിട്ട് അപ്പം തന്നെ ഐസ്ക്രീം കഴിക്കണം എന്ന് തോന്നുകയെന്ന് വിചാരിക്കാം. അപ്പം തന്നെ നിങ്ങൾക്കത് നടത്തണം. അങ്ങനെ നിങ്ങളെ തോന്നിപ്പിക്കുന്ന ആ ഒരു നീഡ് ഉണ്ടല്ലോ, ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ, ഇതൊക്കെ തോന്നിപ്പിക്കുന്നത് ഇഡ് എന്നുള്ള പേഴ്സണാലിറ്റിയാണ്. ഈ നമ്മളുടെ പേഴ്സണാലിറ്റിയിലുള്ള ഈ ഇഡ് കോമ്പണൻ്റ് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവില്ല. ഇറ്റ്സ് നോട്ട് വില്ലിങ് ടു കോംപ്രമൈസ്. ഇഡ് നമ്മളുടെ അൺകോൺഷ്യസ് ലെവലിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അൺകോൺഷ്യസ് ലെവലിൽ നമുക്ക് അങ്ങനെ പല ആഗ്രഹങ്ങളും ഉണ്ടാവും. ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള പല നീഡ്സും ആഗ്രഹങ്ങളും ഒക്കെ നമുക്കുണ്ടാവും. അപ്പോൾ നമ്മളുടെ പേഴ്സണാലിറ്റിയിലെ ഇഡ് കോമ്പണൻറ്റിനെ നമുക്കൊരു കുട്ടിയായിട്ട് വേണമെങ്കിൽ സങ്കല്പിക്കാം. ഒരു ചെറിയ കുട്ടിക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടാവില്ലേ, അത് ആ കുട്ടിക്ക് അങ്ങനെ ഒരു വാശിയുണ്ടാവും, ഇപ്പം തന്നെ അത് വേണം, അങ്ങനെയുള്ളൊരു വാശി ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇപ്പം തന്നെ അത് കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് നേടണം, അങ്ങനെ ചിന്തിക്കുന്ന പേഴ്സണാലിറ്റി കോമ്പണൻ്റ് ആണ് ഇഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇഡിൻ്റെ പല ആഗ്രഹങ്ങളും അല്ലെങ്കിൽ ഇഡ് അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഇമ്പൾസീവ് ആയിരിക്കും. നമ്മൾ കൂടുതലും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഒന്നും ആലോചിക്കാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഇഡ് കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇത് മിക്കവാറും സമയങ്ങളിലും ഇറാഷണൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതിലൊരു ലോജിക്കോ ഒന്നും ഉണ്ടാവണമെന്നില്ല, നമ്മളതിൻ്റെ കോൺസിക്വൻസസ് ആലോചിക്കില്ല. അങ്ങനെ ഇമ്പൾസീവായിട്ട് നമ്മൾ ചെയ്യുന്ന പല ബിഹേവിയേഴ്സും ഇഡിൻ്റെ ആഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ ഇഡ് പറയുന്നത് കൊണ്ട് ചെയ്യുന്നതാണ്. ഇനി രണ്ടാമത്തെ പേഴ്സണാലിറ്റി കോമ്പണൻ്റ് ആണ് ഈഗോ. ഈഗോ ഓപ്പറേറ്റ്സ് അണ്ടർ റിയാലിറ്റി പ്രിൻസിപ്പിൾ. റിയാലിറ്റിയോടുകൂടിയും അതുപോലെ തന്നെ ലോജിക്കലായിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നമ്മളുടെ പേഴ്സണാലിറ്റിയിലുള്ള കോമ്പണൻ്റ് ആണ് ഈഗോ എന്ന് പറയുന്നത്. ഈഗോ ആണ് എപ്പോഴും നമ്മളെ റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത്. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ആയിട്ടുള്ള സൂപ്പർ ഈഗോയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഐഡിയൽ പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കോമ്പണൻ്റ് ആണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. സൂപ്പർ ഈഗോ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു മോറലിസ്റ്റിക് ആയിട്ടുള്ള ഐഡിയലിസ്റ്റ് പാർട്ട് ഓഫ് ദ പേഴ്സണാലിറ്റി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ലൈഫിൻ്റെ വാല്യൂ, മൊറാലിറ്റി ഇങ്ങനെയുള്ള കൺസെപ്റ്റുകളൊക്കെ വരുന്നത് നമ്മളുടെ സൂപ്പർ ഈഗോ പാർട്ട് എന്നാണ്. അപ്പോൾ സൂപ്പർ ഈഗോനെ നമുക്കൊരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു ഓൾഡ് ഏജ് ആയിട്ടുള്ള ഒരു നമ്മളുടെ ഒരു ഗ്രാൻഡ് ഫാദർ അങ്ങനെ ഒരു ഇമേജിൽ നമുക്ക് വേണമെങ്കിൽ സങ്കല്പിക്കാം. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഒരു കുട്ടി, ഇഡിലുള്ളൊരു കുട്ടി വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് സൂപ്പർ ഈഗോ ആണ് പറയുന്നത്, അയ്യോ അതൊരിക്കലും ചെയ്യരുത്, അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ടീച്ചേഴ്സിനെ നമുക്ക് അടിക്കാൻ തോന്നുന്നത് നമ്മളുടെ ഇഡിൻ്റെ ഒരു തോന്നലാണ്. അപ്പോൾ സൂപ്പർ ഈഗോയാണ് പറയുന്നത് ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യേണ്ട ആൾക്കാരാണ്, നമ്മൾ ടീച്ചേഴ്സിനടുത്ത് ഒരിക്കലും അങ്ങനെ ബിഹേവ് ചെയ്യരുത്, അങ്ങനെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. അപ്പോൾ ഈഗോ എന്ന് പറയുന്നത് ഇഡിനെയും സൂപ്പർ ഈഗോനെയും തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അതായത് ഇഡ് പറയുന്ന വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ സൂപ്പർ ഈഗോ പറയുന്ന മോറലിസ്റ്റിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്നും രണ്ടിനെയും തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്ത് കോംപ്രമൈസ് ചെയ്ത് ഏറ്റവും ലോജിക്കലായിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മളുടെ പേഴ്സണാലിറ്റി കോമ്പണൻ്റ് ആണ് ഈഗോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈഗോനെ നമ്മളൊരു മീഡിയേറ്റർ എന്നാണ് വിളിക്കുന്നത്. അതായത് ഇഡിൻ്റെയും സൂപ്പർ ഈഗോൻ്റെയും ഇടയിലുള്ളൊരു മീഡിയേറ്ററാണ് ഈഗോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 കോമ്പണൻസ് ആണ് ഒരു പേഴ്സണാലിറ്റിയിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഒരാളുടെ പേഴ്സണാലിറ്റി തന്നെ ഇഡും ഉണ്ടാവും, ഈഗോയും ഉണ്ട്, സൂപ്പർ ഈഗോയും ഉണ്ട്. അപ്പോൾ നമ്മളൊരു സിറ്റുവേഷനിൽ ഇതിലേതനുസരിച്ചിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഏതിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ ബിഹേവിയർ വരുന്നത്. ചില ആളുകളുടെ പേഴ്സണാലിറ്റിയിൽ ഇഡായിരിക്കും കൂടുതലുണ്ടാവുക, ചില ആൾക്കാരുടെ പേഴ്സണാലിറ്റിയിൽ സൂപ്പർ ഈഗോ ആയിരിക്കും കൂടുതൽ, ചില ആൾക്കാർ ഈഗോ ആയിരിക്കും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈഗോ കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ അയാൾ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടും മെച്ചുവേർഡായിട്ടും ബിഹേവ് ചെയ്യുന്ന ആളായിരിക്കും. ഇഡിനാണ് കൂടുതൽ പ്രയോറിറ്റി എങ്കിൽ അയാൾ കുറച്ചുകൂടി ചൈൽഡിഷ് ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും ഉണ്ടാവുക. കുട്ടികളൊക്കെയാണ് ആ ഒരു ഏജിലാണ് ഈ ഇഡ് കൂടുതലും വർക്ക് ചെയ്യുന്നത്. നമ്മൾ കുറച്ചും കൂടെ ഏജ് ആവുന്ന സമയത്താണ് നമുക്ക് ഈഗോ നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ 3 കോമ്പണൻസും അതിൻ്റെ ഒരു ഏറ്റക്കുറിച്ചിനനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ ബിഹേവിയർ ഉണ്ടാവുന്നത്.
ഇതാണ് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ കോമ്പണൻസ് ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഡിഫെൻസ് മെക്കാനിസം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മോഡേൺ സൈക്കോളജിയിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റേതായിട്ട് ഒരുപാട് തിയറീസും കൺസെപ്റ്റുകളും എല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ സിഗ്മണ്ട് ഫ്രോയിഡിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ആ ഒരു ടോപ്പിക് കുറച്ച് ലെങ്തി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു നെക്സ്റ്റ് കൺസെപ്റ്റ് നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. ഡിഫെൻസ് മെക്കാനിസം. നമ്മൾക്ക് എന്തെങ്കിലും ഇമോഷണലി പെയിൻഫുൾ തോട്ട്സ്, ഫീലിങ്സ് അല്ലെങ്കിൽ ഇവൻറ്റ്സ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളുടെ ഈഗോ അല്ലെങ്കിൽ നമ്മളുടെ സെൽഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ സെൽഫ് തന്നെ കുറച്ച് കോപ്പിംഗ് മെക്കാനിസംസ് അല്ലെങ്കിൽ നമ്മളുടെ സെൽഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അറ്റംപ്റ്റുകൾ നടത്തുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ നമ്മളുടെ സെൽഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന കോപ്പിംഗ് മെക്കാനിസം, അങ്ങനെയുള്ള മെത്തേഡ്സിനെയാണ് ഡിഫെൻസ് മെക്കാനിസം എന്ന് വിളിക്കുന്നത്. ഒരുപാട് ഈഗോ ഡിഫെൻസ് മെക്കാനിസംസ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നുണ്ട്. നമുക്ക് അതിനകത്ത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം ഒന്ന് നോക്കാം. ഇതിൽ ഒന്നാമത്തെ ഡിഫെൻസ് മെക്കാനിസമാണ് റിപ്രഷൻ. റിപ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ അൺകോൺഷ്യസ് മെക്കാനിസം ദാറ്റ് കീപ്സ് ദ പെയിൻഫുൾ ഐഡിയാസ് ആൻഡ് ഡിസ്റ്റർബിംഗ് തോട്ട്സ് എവേ ഫ്രം കോൺഷ്യസ്നെസ്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു പെയിൻഫുൾ ആയിട്ടുള്ള തോട്ട്സ് വരുന്ന സമയത്ത് ആ ഒരു തോട്ടിനെ നമ്മളുടെ അൺകോൺഷ്യസ് മൈൻഡിലോട്ട് തന്നെ വിടും. അതായത് നമ്മൾ ആ ഓർമ്മകളെ അല്ലെങ്കിൽ ആ മെമ്മറീസിനെ നമ്മൾ ഒരിക്കലും നമ്മളുടെ കോൺഷ്യസ് ലെവലിലേക്ക് കൊണ്ടുവരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. ആ ഒരു തോട്ടിനെ നമ്മൾ റിപ്രസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു അൺകോൺഷ്യസ് മെക്കാനിസമാണ്, നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. അല്ലാതെ തന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു പെയിൻഫുൾ തോട്ട്സും ഐഡിയാസൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളതിനെ റിപ്രസ് ചെയ്ത് നമ്മളുടെ ഒരു ബോധത്തിലേക്ക്, നമ്മളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എഫേർട്ട് നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. അതൊരു ഡിഫെൻസ് മെക്കാനിസമാണ്. അല്ലാതെ നമ്മൾക്ക് അത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഡിഫെൻസ് മെക്കാനിസം പലപ്പോഴും എടുക്കാറുണ്ട്. ഇനി രണ്ടാമത്തെ ഡിഫെൻസ് മെക്കാനിസമാണ് ഡിനയൽ. ഡിനയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിഫ്യൂസൽ ടു ആക്സെപ്റ്റ് റിയാലിറ്റി ഓർ ഫാക്ട് ദാറ്റ് കോസ് ആൻസൈറ്റി ടു എ പേഴ്സൺ. അതായത് നമ്മൾ റിയാലിറ്റിനെ അക്സെപ്റ്റ് ചെയ്യാണ്ടിരിക്കുക. അതായത് ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് വിഷമം ഉണ്ടാവും, നമുക്ക് ആൻസൈറ്റി ഉണ്ടാവും, പെയിൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു ഇൻഡിവിജ്വൽ പെയിൻഫുൾ ആയിട്ട് ഉണ്ടാവുന്ന ആ ഒരു റിയാലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഫാക്റ്റിനെ ഡിനൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ചില ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ അയാളുടെ ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും മരിച്ചു പോയി എന്ന് വിചാരിക്കാം. പക്ഷേ അവർ ആ മരിച്ചു എന്നുള്ള റിയാലിറ്റീനെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. അയാളുള്ള പോലെ തന്നെ ബിഹേവ് ചെയ്യും. ചിലപ്പോൾ ഒരു പാർട്ട്ണറായിരിക്കാം, അപ്പം ഹസ്ബൻഡ് മരിച്ചു പോയെന്നുണ്ടെങ്കിൽ ആ ഹസ്ബൻഡ് മരിച്ചു എന്നുള്ള റിയാലിറ്റിയിൽ ഇവർ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. ഇവർ ചിന്തിക്കുന്നത് എൻ്റെ കൂടെ തന്നെ ഉണ്ട്, ഇയാൾ നമ്മളുടെ കൂടെ തന്നെ ഉണ്ട്, ഇപ്പോഴും കൂടെയുണ്ട്, മരിച്ചിട്ടില്ല, കൂടെയുള്ളതുപോലെ ബിഹേവ് ചെയ്യുക. അതായത് മരിച്ചു എന്നുള്ള കാര്യം ആരോടും പറയില്ല, കൂടെ ഇപ്പോൾ ഹസ്ബൻഡ് ഉള്ളതുപോലെ തന്നെ എല്ലാവരോടും സംസാരിക്കാം. അങ്ങനെയാണ് ഇവർ ഈ ഒരു ഡിഫെൻസ് എടുക്കുന്നത്. അതായത് റെഫ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത് മരിച്ചു എന്നുള്ളൊരു റിയാലിറ്റീനെ. നമ്മൾ ആ റിയാലിറ്റി അല്ലെങ്കിൽ ഫാക്റ്റിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും വിഷമം ഉണ്ടാവും, നമുക്ക് ആൻസൈറ്റി ഒക്കെ ഉണ്ടാവും, നമ്മൾ ആ ഒരു ലോൺലിനെസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഫേസ് ചെയ്യാൻ അവരൊരിക്കലും റെഡിയല്ല, അവരെപ്പോഴും ഡിനൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ഡിനയൽ എന്ന് പറയുന്ന ഡിഫെൻസ് മെക്കാനിസം. ഇനി തേർഡ് വൺ ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് unwanted feelings and frustrations are discharged on a less threatening object or person. ഇതെന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനൊരു ഓഫീസിൽ വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ ബോസ് എന്നെ നന്നായിട്ട് വഴക്ക് പറഞ്ഞു. അപ്പം ബോസ് എന്നെ നന്നായിട്ട് വഴക്ക് പറഞ്ഞു, അപ്പോൾ എനിക്ക് തിരിച്ച് ബോസിനെ ചീത്ത പറയാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ ചീത്ത പറ്റുണ്ടെങ്കിൽ എൻ്റെ പണി പോവും. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്, ബോസിനോട് തിരിച്ച് പറയാൻ പറ്റാത്തതിൻ്റെ ദേഷ്യം വീട്ടിൽ വന്നിട്ട് എൻ്റെ കുട്ടീൻ്റെ അടുത്ത് കാണിക്കുകയാണ്. അതായത് ഞാൻ എൻ്റെ കുട്ടീനെ അടിക്കുന്നു, വഴക്ക് പറയുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നു. അതായത് അവിടെ കുട്ടി എന്നുള്ളത് എന്താ, ലെസ് ത്രെട്ടനിങ് ആയിട്ടുള്ളൊരു ഓബ്ജക്റ്റ് അല്ലെങ്കിൽ പേഴ്സണാണ്. നമ്മളുടെ അടുത്ത് തിരിച്ച് നമ്മളെ അടിക്കാനോ നമ്മളെ വഴക്ക് പറയാനോ പറ്റാത്ത സാഹചര്യത്തിലുള്ള ഒരാളാണ് നമ്മളുടെ കുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഫ്രസ്ട്രേഷനും എനിക്കുണ്ടായിട്ടുള്ള വിഷമവും മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ലെസ് ത്രെട്ടനിങ് ആയിട്ടുള്ള പേഴ്സൻ്റെ അടുത്ത് പോയിട്ട് അത് മൊത്തം കാണിക്കുകയാണ്. അതായത് അതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതൊരു ഡിഫെൻസ് മെക്കാനിസമാണ്. നമ്മളുടെ സെൽഫിനെ നമ്മൾക്ക് സാറ്റിസ്ഫൈ ചെയ്യണം. എനിക്ക് അവിടെ കിട്ടിയിട്ടുള്ള ബോസിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള ചീത്ത കാരണം എനിക്കുണ്ടായ ഫ്രസ്ട്രേഷൻ എവിടെയെങ്കിലും തീർക്കണമല്ലോ.
അങ്ങനെ നമ്മൾ ലെസ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റിലോ പേഴ്സണിലോ നമ്മളുടെ ഫ്രസ്ട്രേഷൻസ് ഡിസ്ചാർജ് ചെയ്യുന്ന അങ്ങനെയുള്ളൊരു ഡിഫെൻസ് മെക്കാനിസത്തിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഡിഫെൻസ് മെക്കാനിസമാണ് റിയാക്ഷൻ ഫോർമേഷൻ. റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസൈറ്റി പ്രൊഡ്യൂസിങ് ഓർ അൺഅക്സെപ്റ്റബിൾ ഫീലിങ്സ് ആർ റീപ്ലേസ്ഡ് വിത്ത് ദെയർ എക്സാക്റ്റ് ഓപ്പോസിറ്റ് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്. അതായത് നമുക്ക് ഭയങ്കര പേടിയുണ്ടെന്ന് വിചാരിക്കാം, ഒരു സിറ്റുവേഷൻ നമുക്ക് നല്ല പേടിയുണ്ട്, അപ്പോൾ ആ പേടീനെ നമ്മൾ കാണിക്കാതെ അതിന് പകരം ഭയങ്കര ദേഷ്യമായിട്ട് നമ്മൾ ആക്ട് ചെയ്യുകയാണ്. അതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കാണിക്കുക, അങ്ങനെയുള്ള കാര്യം നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ പേടി എന്നുള്ള കാര്യത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊരു കാര്യം ചെയ്യുന്നത്. ഞാൻ ഈ ഡിഫെൻസ് മെക്കാനിസമൊക്കെ പറയുന്ന സമയത്ത് നിങ്ങളെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതൊക്കെ നമ്മൾ നമ്മളുടെ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന അൺകോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന പല ഡിഫെൻസ് മെക്കാനിസമാണ്. നെക്സ്റ്റ് ഡിഫെൻസ് മെക്കാനിസമാണ് റാഷണലൈസേഷൻ. Rationalization is the justification of one's unacceptable behavior or failure in logical manner by giving social approved reasons. അതായത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു അൺഅക്സെപ്റ്റബിൾ ബിഹേവിയറോ നമുക്ക് എന്തെങ്കിലും ഒരു ഫെയിലിയറോ അല്ലെങ്കിൽ നമ്മളുടെ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. എങ്ങനെ? എന്തെങ്കിലും ഒരു ലോജിക്കൽ റീസൺസ് പറഞ്ഞിട്ട്, അതായത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാവരെ കൊണ്ടും വിശ്വസിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സൊസൈറ്റി അപ്രൂവ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ട് നമ്മളതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നതിനെയാണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇൻറ്റേർണൽ മാർക്ക് ഉണ്ടല്ലോ, അപ്പോൾ ഇൻറ്റേർണൽ മാർക്ക് കിട്ടണമെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ അസൈൻമെൻറ്റ് വെക്കണം, അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ ചെയ്യണം, ഇൻറ്റേർണൽ എക്സാമിന് മാർക്ക് വേണം, അറ്റൻഡൻസ് വേണം, ഇതൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ഇൻറ്റേർണൽ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ല, ഈ ഒരു കാര്യവും നിങ്ങൾ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് പറ്റി? ഇൻറ്റേർണൽ മാർക്ക് കിട്ടിയില്ല, നിങ്ങൾ ഫെയിലായി. അപ്പോൾ നിങ്ങൾ ഫെയിലായതുകൊണ്ട് നിങ്ങൾ വേറെ ആൾക്കാരുടെ അടുത്ത് പറയുകയാണ്, ആ ടീച്ചർക്ക് എന്നെ ഇഷ്ടമേ അല്ല, ടീച്ചർക്ക് എൻ്റെ അടുത്ത് ഭയങ്കര പ്രശ്നമുണ്ട്, ടീച്ചർ പേഴ്സണൽ റിവെഞ്ച് കൊണ്ടാണ് ഈ ഇൻറ്റേർണൽ മാർക്ക് ഇടാണ്ടിരുന്നത്, ആ ടീച്ചർക്ക് ഭയങ്കര മോശ സ്വഭാവമാണ്. അങ്ങനെ നിങ്ങൾ റാഷണലായിട്ട് എല്ലാവരും അംഗീകരിക്കുന്ന പോലത്തെ ഒരു ജസ്റ്റിഫിക്കേഷൻ പറയുകയാണ് അവിടെ ചെയ്യുന്നത്. ശരിക്കുള്ള ഫാക്റ്റ് എന്താണ്? നിങ്ങൾ ഈ സാധനം വെച്ചില്ല എന്നുള്ളതാണ് ശരിക്കുള്ള റിയാലിറ്റി. അപ്പം നിങ്ങളുടെ മിസ്റ്റേക്സ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങൾ പറയും, ആ ടീച്ചർ പണ്ടേ അങ്ങനെയാണ്, ഇതിന് മുന്നേയും കുറേ കുട്ടികളെ തോൽപ്പിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ നിങ്ങൾ പറയും. ചിലപ്പോൾ ആ ടീച്ചർ മുൻപേ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കേ, അതായത് മുൻപ് പേഴ്സണൽ റിവെഞ്ചിൻ്റെ പേരിൽ ഒരു കുട്ടീനെ ഇൻറ്റേർണൽ മാർക്ക് കൊടുക്കാതെ തോൽപ്പിച്ചിട്ടുണ്ട്, ആ കാര്യം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ കാര്യം പറഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു സോഷ്യൽ അപ്രൂവ്ഡ് റീസൺസ് നൽകിക്കൊണ്ട് നമ്മളുടെ തന്നെ അൺഅക്സെപ്റ്റബിൾ ബിഹേവിയറിനെ അല്ലെങ്കിൽ ഫെയിലിയറിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഡിഫെൻസ് മെക്കാനിസത്തിനെയാണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് കോമ്പൻസേഷൻ. കോമ്പൻസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീപ്പിൾ ട്രൈ ടു ഓവർ അച്ചീവ് ഇൻ വൺ ഏരിയ ടു കോമ്പൻസേറ്റ് ഷോർട്ട് കമ്മിങ് ഓർ ഫെയിലിയർ ഇൻ അതർ ഏരിയ. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ഏരിയയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഴിവ് കുറവ്, വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു കാര്യത്തിൽ കൂടുതൽ അച്ചീവ് ചെയ്ത് അല്ലെങ്കിൽ കൂടുതൽ പെർഫെക്ഷനിൽ ചെയ്തിട്ട് നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഇതെല്ലാ ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ എക്സാമിന് തോറ്റു, നമുക്ക് പഠിക്കാൻ വലിയ കഴിവില്ല, അല്ലെങ്കിൽ നമുക്ക് മടിയാണ് പഠിക്കാൻ, അതുകൊണ്ട് നമ്മൾ ഫെയിലായി. അപ്പോൾ ഫെയിലാവും നമുക്ക് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് പകരമായിട്ട് നമ്മൾ ആർട്സിലൊക്കെ നന്നായിട്ട് പാട്ടുപാടി, അങ്ങനത്തെ ആർട്സിൽ എല്ലാ പരിപാടികളിലും കൂടി അതിലൊക്കെ പ്രൈസ് വാങ്ങിച്ച് കൊണ്ടുവരാണ്. അപ്പോൾ നമ്മൾ ആർട്ടിസ്റ്റിക്കലി നന്നായിട്ട് പെർഫോം ചെയ്ത് നമ്മളതിൽ ടോപ്പിലൊക്കെ എത്തുമ്പോൾ കൂടുതൽ അതിനകത്ത് അച്ചീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നില്ല അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യത്തിൽ കുറവാണെന്നുള്ളൊരു കാര്യത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കവർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ പാരൻസിൻ്റെ അടുത്ത് പഠിക്കുന്നില്ല, നീ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നതിന് നമുക്ക് അതിനകത്ത് നിന്ന് മാറ്റി ഡീവിയേറ്റ് ചെയ്യാം. ആ കുട്ടി ബാക്കി എല്ലാത്തിലും അടിപൊളിയാണ്, എല്ലാ പ്രൈസൊക്കെ കിട്ടുന്നുണ്ട്, ഭയങ്കര സംഭവമാണ്, അങ്ങനെ ഒരു ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് പറ്റും. അപ്പോൾ അതിനെയാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിഫെൻസ് മെക്കാനിസമാണ് പ്രൊജക്ഷൻ. പ്രൊജക്ഷൻ ഈസ് ദ ഇൻഡിവിജ്വൽ എയ്തർ കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി ബ്ലെയിംസ് അനദർ പേഴ്സൺ ഫോർ ഹിസ് ഓൺ ഫെയിലിയർ ഓർ ഡിഫിക്കൽട്ടീസ്. അതായത് നമ്മളുടെ തന്നെ കാരണം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഫെയിലിയർ അല്ലെങ്കിൽ നമ്മൾ കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് പകരം നമ്മൾ മറ്റേയാളെ കുറ്റം പറയാം, ബ്ലെയിം അനദർ പേഴ്സൺ. ഈ ഒരു ഡിഫെൻസ് മെക്കാനിസം സാധാരണ കുട്ടികളൊക്കെ എപ്പോഴും എടുക്കുന്ന ഒരു കാര്യമാണ്.
ഇപ്പോൾ വണ്ടിയൊക്കെ ശ്രദ്ധയില്ലാണ്ട് ഓടിച്ചിട്ടുണ്ടെങ്കിൽ ആക്സിഡൻ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ പറയും അത് ഓപ്പോസിറ്റ് വന്ന ഡ്രൈവറുടെ മിസ്റ്റേക്ക് കൊണ്ടാ, അങ്ങനെ ശരിക്കുള്ളതല്ല, അല്ലാതെ ഇങ്ങനെ പറയില്ല വെറുതെ. അതായത് നമ്മളുടെ മിസ്റ്റേക്സ് കൊണ്ടൊരു കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ മറ്റേ ആളെ കുറ്റപ്പെടുത്തിയിട്ട് നമ്മൾ സംസാരിക്കുക, അതിനെയാണ് നമ്മൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഞാനും എൻ്റെ ഫ്രണ്ടുമായിട്ട് ഒരു ആർഗ്യുമെൻറ്റ് നടക്കുകയെന്ന് വിചാരിക്കുക, ഒരു കാര്യത്തിലൊരു ഡിസ്കഷൻ നടക്കുകയാണ്. അപ്പോൾ എനിക്കതിനകത്ത് എൻ്റെ ഭാഗത്ത് ആ തെറ്റെന്ന് മനസ്സിലായി, അല്ലെങ്കിൽ എനിക്ക് അതിനകത്ത് പോയിൻ്റൊന്നും പറയാനില്ല. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ പറയാണ് നീ വെറും പൊട്ടനാ, നിനക്കൊന്നും അറിയില്ല, അങ്ങനെ പറയാം. അതായത് നമുക്ക് അറിയാം അത് തെറ്റാണ്, നമുക്കിനിയൊന്നും പറയാനില്ല എന്നാവുന്ന സമയത്ത് നമ്മൾ മറ്റേ ആളെ ബ്ലെയിം ചെയ്യുക ചെയ്യുന്നത്. നീ മണ്ടനാണ്, നിനക്കൊന്നും അറിയാത്തത് കൊണ്ടാണ്, നിനക്ക് എന്താ അറിയാം, അങ്ങനെ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫൻസ് മെക്കാനിസം. ഇനി ഏതെങ്കിലും ഡിഫൻസ് മെക്കാനിസം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ബാക്കിയുള്ളത് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനി നമ്മൾ പഠിക്കുന്നത് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഇമ്പോർട്ടൻറ്റ് തിയറി ആയിട്ടുള്ള സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻ്റ് ആണ്. ഒരു ഇൻഡിവിജ്വലിൻ്റെ ഡെവലപ്മെൻറ്റിനെ സിഗ്മണ്ട് ഫ്രോയിഡ് പല സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിലും ഓരോ നീഡ്സ് അല്ലെങ്കിൽ ഡിമാൻഡ്സ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഈ ഡിമാൻഡ്സ് അല്ലെങ്കിൽ നീഡ്സ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവുന്നതാണെങ്കിൽ ആ ഒരു സ്റ്റേജിൽ ഫിക്സേഷൻ സംഭവിക്കുന്നതാണ് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ തന്നെ നമ്മൾ സ്റ്റക്കായി പോകുന്നതാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. ഈ ഒരു ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നമുക്ക് ഫിക്സേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അഡൽട്ട് പേഴ്സണാലിറ്റിയിൽ അത് ഡോമിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്നതാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. സോ നമുക്ക് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓറൽ സ്റ്റേജ്, എനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലേറ്റൻസി സ്റ്റേജ് ആൻഡ് ജെനിറ്റൽ സ്റ്റേജ്. ഇത്രയാണ് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൽ പറയുന്ന സ്റ്റേജുകൾ. അതിനു മുൻപ് ലിബിഡോ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ലിബിഡോ എന്ന് പറയുന്നത് സെക്ഷൽ എനർജിയാണ്. ഈ ഒരു സെക്ഷൽ എനർജിയാണ് നമ്മളുടെ ഡെവലപ്മെൻറ്റിനെ ഡ്രൈവ് ചെയ്യുന്നതെന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡ് ഈ സെക്ഷൽ എനർജിനെ വിളിക്കുന്ന പേരാണ് ലിബിഡോ. അപ്പോൾ ഓരോ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിലും ലിബിഡോ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ബോഡി പാർട്ടിലായിരിക്കും എന്നാണ് പറയുന്നത്. ആ പെർട്ടിക്കുലർ ബോഡി പാർട്ട് സെക്ഷൽ എനർജിയോട് കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ അവിടെ കൂടുതൽ എറോട്ടിക് സ്റ്റിമുലേഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജാണ് ഓറൽ സ്റ്റേജ്. ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത് ബർത്ത് മുതൽ 18 months വരെയുള്ള ആ ഒരു ടൈം പീരീഡാണ് ഓറൽ സ്റ്റേജ് എന്ന് വിളിക്കുന്നത്. ഓറൽ സ്റ്റേജിൽ ഫോക്കസ് ഓഫ് ലിബിഡോ എന്ന് പറയുന്നത് മൗത്ത് ആണ് എന്നാണ് പറയുന്നത്. അതായത് മൗത്തിലാണ് നമുക്ക് സെക്ഷൽ എനർജി കൂടുതൽ കിട്ടുന്നത് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഒപ്പീനിയൻ. സോ ഓറൽ സ്റ്റേജിൽ ഫോക്കസ് ഓഫ് ലിബിഡോ എന്ന് പറയുന്നത് മൗത്ത്, ടങ് ആൻഡ് ലിപ്സ്, ഈ 3 കാര്യങ്ങളുമാണ് ഓറൽ സ്റ്റേജിൻ്റെ ഫോക്കസ് ഓഫ് ലിബിഡോ. സോ ബർത്ത് മുതൽ 18 months വരെയുള്ള കുട്ടിക്ക് മൗത്ത് വഴി പ്ലഷർ കിട്ടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കുട്ടി സക്ക് ചെയ്യുന്നത്, ബൈറ്റ് ചെയ്യുന്നത്, ച്യൂയ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. കുട്ടികളെല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെറിയ കുട്ടികളെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരെല്ലാം തന്നെ വായിലോട്ടല്ലേ ഇടുക. എന്ത് സാധനം കിട്ടിയാലും കുട്ടികൾ അത് വായിലോട്ടിടും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കുട്ടിക്ക് മൗത്ത് വഴി പ്ലഷർ കിട്ടുന്നത് കൊണ്ട് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. സോ ആ ഒരു ഏജിൽ അവിടെ അൺസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, അൺസക്സസ്ഫുൾ ടാസ്ക് കംപ്ലീഷൻ ആണെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. സ്മോക്കിങ്, നെയിൽ ബൈറ്റിങ്, ഓവർ ഈറ്റിങ്, ഡ്രഗ് അഡിക്ഷൻ, ആൽക്കഹോളിസം, ഡിഫിക്കൽട്ടി ഇൻ ട്രസ്റ്റിംഗ് അതേഴ്സ്. ഇത്രയും പ്രശ്നങ്ങൾ നമ്മളുടെ ഫ്യൂച്ചറിൽ നമ്മളുടെ പേഴ്സണാലിറ്റിയിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതായത് ഓറൽ സ്റ്റേജിൽ ഫിക്സേഷൻ സംഭവിക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ സ്മോക്കിങ്ങും നെയിൽ ബൈറ്റിങ്ങും ഓവർ ഈറ്റിങ്ങും ഡ്രഗ് അഡിക്ഷനൊക്കെ ഉണ്ടാവും എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. സെക്കൻഡ് സ്റ്റേജാണ് എനൽ സ്റ്റേജ്. 18 months മുതൽ 3 വയസ്സ് വരെയുള്ള സമയമാണ് എനൽ സ്റ്റേജ് എന്ന് വിളിക്കുന്നത്. എനൽ സ്റ്റേജിൽ പ്ലഷർ ഫോക്കസ് ഓൺ ബവൽ ആൻഡ് ബ്ലാഡർ. നമ്മളുടെ ബ്ലാഡർ ഏരിയയിലാണ് നമുക്ക് ലിബിഡോ ഫോക്കസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഏതിൽ? അനൽ സ്റ്റേജിൽ. അനൽ സ്റ്റേജിൽ ഒരു കുട്ടിയുടെ ലിബിഡോ ഫോക്കസ് ചെയ്യുന്നത് ആ കുട്ടിയുടെ അനസിലാണെന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. അനൽ ഏരിയ റിട്ടൻഷൻ ചെയ്യുന്ന സമയത്തും എക്സ്പെൽഷൻ ചെയ്യുന്ന സമയത്തും പ്ലഷർ കിട്ടുന്നുണ്ട് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഒപ്പീനിയൻ. നമ്മൾ കുട്ടിക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് എല്ലാം കൊടുക്കുന്നത് ഈ ഒരു അനൽ സ്റ്റേജിലാണ്. അപ്പം ടോയ്ലറ്റ് ട്രെയിനിങ് ആൻഡ് എലിമിനേഷനാണ് ഈ ഒരു സ്റ്റേജിൻ്റെ സെൻട്രൽ പോയിൻ്റ് എന്ന് പറയുന്നത്.
എനൽ സ്റ്റേജിൽ ഫിക്സേഷൻ ഉണ്ടാവുന്ന കുട്ടിക്ക് ഒന്നുകിൽ പെർഫെക്ഷനിസം അല്ലെങ്കിൽ മെസ്സിനെസ് ഉണ്ടാവും, അല്ലെങ്കിൽ OCD ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേജാണ് ഫാലിക് സ്റ്റേജ്. 3 മുതൽ 6 വയസ്സ് വരെയുള്ള സമയമാണ് ഫാലിക് സ്റ്റേജ്. ഫാലിക് സ്റ്റേജിൽ ജെനിറ്റൽ ഏരിയ ആണ് ലിബിഡോയുടെ ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ലിബിഡോ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫാലിക് സ്റ്റേജിൽ നമ്മളുടെ ജെനിറ്റൽ ഏരിയയിലായിരിക്കും. ജെനിറ്റൽ ഏരിയയിൽ നിന്നാണ് കുട്ടിക്ക് പ്ലഷർ കിട്ടുന്നത്. അപ്പോൾ ജെനിറ്റൽ ഏരിയ റബ്ബ് ചെയ്യുക, അതുവഴി പ്ലഷർ കിട്ടുക, ഇതൊക്കെ ചെയ്യുന്നത് ഈ ഒരു ഫാലിക് സ്റ്റേജിലാണ്. കുട്ടിയുടെ സെക്ഷൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും ഈ ഒരു ഫാലിക് സ്റ്റേജിലാണ്. അതുപോലെ തന്നെ ഈഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്രാ കോംപ്ലക്സും ഡെവലപ്പ് ചെയ്യുന്നതും ഫാലിക് സ്റ്റേജിലാണ്. കുട്ടിയുടെ ഓപ്പോസിറ്റ് സെക്സിലുള്ള പാരൻറ്റിൻ്റെ അടുത്ത് അട്രാക്റ്റഡ് ആവുന്നതും ഫാലിക് സ്റ്റേജിലാണ്. അതായത് ഗേൾ ചൈൽഡ് ആണെങ്കിൽ അച്ഛൻ്റെ അടുത്തും ബോയ് ആണെങ്കിൽ അമ്മയുടെ അടുത്തും അട്രാക്റ്റഡ് ആവുന്നത് ഫാലിക് സ്റ്റേജിലാണ് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. ഫാലിക് സ്റ്റേജിൽ ഫിക്സേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതോറിറ്റി അക്സെപ്റ്റ് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റേജ് ലേറ്റൻസി സ്റ്റേജാണ്. 6 മുതൽ 12 വയസ്സ് വരെയുള്ള ഏജിനെയാണ് നമ്മൾ ലേറ്റൻസി പീരീഡ് എന്ന് വിളിക്കുന്നത്. ലേറ്റൻസി പീരീഡിൽ ലിബിഡോ കുറവായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് സെക്ഷൽ എനർജി കുറവായിരിക്കും. നമ്മൾ അല്ലാത്ത കാര്യങ്ങളിലൊക്കെ ആക്റ്റീവായിട്ട് പോകുന്നത് ഈ ഒരു ലേറ്റൻസി പീരീഡിലായിരിക്കും. അതായത് നമ്മൾ സ്പോർട്സിലൊക്കെ പോവുക, കളിക്കാൻ പോവുക, സ്കൂളിൽ പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ലേറ്റൻസി പീരീഡിലായിരിക്കും. അതുപോലെ തന്നെ ബോയ്സിൻ്റെ കൂടെ കൂട്ടുകൂടുക, ഗേൾസിൻ്റെ കൂടെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക, അങ്ങനെ സെയിം സെക്സ് ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ലേറ്റൻസി പീരീഡിലായിരിക്കും. ഇവിടെ സെക്ഷൽ ഡ്രൈവ് എന്നുള്ളത് വളരെ കുറവായിട്ടുണ്ടാകുന്ന ഒരു സമയമാണ്. ഇവിടെ കൂടുതലും കുട്ടിയുടെ സോഷ്യലൈസേഷനാണ് നടക്കുന്നത്. സോ ഈ ഒരു സ്റ്റേജിൽ ഫിക്സേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടിക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ താല്പര്യം ഉണ്ടാവില്ല, ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല, ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഇൻ സ്കൂള്, ജോബ്, ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് ഭാവിയിൽ ഉണ്ടാവുക. അതായത് ഈ ഒരു പീരീഡിൽ നടക്കേണ്ടത് സോഷ്യലൈസേഷനാണ്. അത് പ്രോപ്പറായിട്ട് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ഭാവിയിൽ ജോലി ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പോൾ അതായിരിക്കും ഭാവിയിൽ ഉണ്ടാകുന്ന പേഴ്സണാലിറ്റിയിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് സ്റ്റേജ് ജെനിറ്റൽ സ്റ്റേജാണ്. 12 വയസ്സ് മുതൽ അഡൽട്ട്ഹുഡ് വരെയുള്ള ടൈമാണ് ജെനിറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ജെനിറ്റൽ സ്റ്റേജിൽ തിരിച്ചു വരികയാണ് നമ്മളുടെ സെക്ഷൽ എനർജി. നമ്മളുടെ കഴിഞ്ഞ സ്റ്റേജിൽ ലേറ്റൻസി സ്റ്റേജിൽ സെക്ഷൽ എനർജി അല്ലെങ്കിൽ ലിബിഡോ കുറവായിരുന്നു. അത് തിരിച്ച് പിന്നെയും ജെനിറ്റൽ സ്റ്റേജിൽ വരികയാണ് ചെയ്യുന്നത്. ഇവിടെ പിന്നെയും നമ്മളുടെ ജെനിറ്റൽ ഏരിയ ആണ് ലിബിഡോയുടെ ഫോക്കസ് എന്ന് പറയുന്നത്. ജെനിറ്റൽ ഏരിയയിൽ നിന്നാണ് നമുക്ക് സെക്ഷൽ പ്ലഷർ കിട്ടുന്നത്. ഈ ഒരു ഡെവലപ്മെൻറ്റൽ സ്റ്റേജിലാണ് നമുക്ക് സെക്ഷൽ മെച്യൂരിറ്റി കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഓപ്പോസിറ്റ് സെക്സിലുള്ള ആളുമായിട്ട് നമ്മൾക്കൊരു സാറ്റിസ്ഫാക്ടറി റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതും ഈ ഒരു ജെനിറ്റൽ സ്റ്റേജിലാണ്. അപ്പോൾ നമ്മളൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവുക, ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ലവ് റിലേഷൻഷിപ്പ്, ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത് ജെനിറ്റൽ സ്റ്റേജിലാണ്. ഈ ഒരു ജെനിറ്റൽ സ്റ്റേജിൽ ഫിക്സേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അൺസാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള റിലേഷൻഷിപ്സുകൾ ഉണ്ടാവും. നമ്മുടെ സെക്ഷൽ ലൈഫിലാണെങ്കിൽ പ്രീമെച്യൂർ ഇജാക്കുലേഷൻ ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിയറി ഇൻ സൈക്കോളജി. ഇനി ലാസ്റ്റ് ടോപ്പിക്ക് സൈക്കോ അനാലിസിസ് ആണ്. സിഗ്മണ്ട് ഫ്രോയിഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള തെറാപ്പിയാണ് സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത്. Psycho analysis is a type of therapy that aims to release repressed emotions and memories in order to help the client to gain insight to resolve conflicts and anxieties. സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത് പോലെ തന്നെ നമ്മളുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള ട്രോമകൾ, നമ്മൾ റിപ്രസ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ ഇമോഷൻസ്, ഇതെല്ലാം തന്നെ നമ്മളുടെ പേഴ്സണാലിറ്റീനെ അഫക്റ്റ് ചെയ്യുന്നതാണല്ലോ പറയുന്നത് ഈ ഒരു തിയറിക്കകത്ത് മൊത്തത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ റിപ്രസ്ഡ് ആയിട്ടുള്ള ഇമോഷൻസ്, നമ്മളുടെ മെമ്മറീസ്, ഇതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെല്ലാം റിലീസ് ചെയ്തിട്ട് നമ്മൾക്കൊരു പ്രോപ്പർ ഇൻസൈറ്റ് തന്ന് അങ്ങനെ നമ്മളുടെ ആൻസൈറ്റിയും കോൺഫ്ലിക്റ്റൊക്കെ റിസോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു തെറാപ്പിയാണ് സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ സൈക്കോ അനാലിസിസ് വഴി നമ്മളെപ്പോഴും നമ്മളുടെ ചൈൽഡ്ഹുഡ് ട്രോമയും നമ്മളുടെ റിപ്രസ്ഡ് ഇമോഷൻസൊക്കെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യും. അതിനുശേഷം ഇതാണ് നമ്മളുടെ പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കി തന്നിട്ട് നമ്മൾക്ക് നിലവിലുള്ള പ്രശ്നത്തിനെ നമ്മൾ സോൾവ് ചെയ്യും. ഇപ്പോൾ ഉള്ള ആൻസൈറ്റി കാരണം നമ്മളുടെ എന്തെങ്കിലും റിപ്രസ്ഡ് ഇമോഷനാണോ എന്നുള്ളത് കണ്ടുപിടിക്കുന്ന, അങ്ങനെ അത് ട്രീറ്റ് ചെയ്യുന്ന ഒരു തെറാപ്പിയാണ് സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത്.
സൈക്കോ അനാലിസിസിൽ നമ്മൾ ഫ്രീ അസോസിയേഷൻ, ഡ്രീം അനാലിസിസ്, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ബിഹേവിയർ ഇങ്ങനെയുള്ള ടെക്നിക്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. സോ ഇത്രയാണ് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തിയറി പഠിക്കുന്ന സമയത്ത് നമുക്കറിയാനുള്ള കാര്യങ്ങൾ. അത്യാവശ്യം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും.